സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന നടിയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ചലച്ചിത്ര സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം കിട്ടി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്. അമൽ സുരേന്ദ്രന് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് മഞ്ജു വാര്യർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരനെ ഇന്നലെ എളമക്കരയിൽ നിന്ന് പോയ പോലീസ് സംഘം മൊബൈൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്നലെ തന്നെ ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയും സെൽഫ് ബോണ്ട് വഴി ഇദ്ദേഹത്തിന് ഒരു ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഈ ഒരു സെൽഫ് ബോണ്ട് പ്രകാരമുള്ള ജാമ്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലുവ കോടതിയിൽ ഇന്ന് അദ്ദേഹത്തെ 11 മണിക്ക് ഹാജരാക്കും. അതേ തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം പൂർണ്ണമായും ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ഫേസ്ബുക്ക് വഴി ഇദ്ദേഹം തന്നെയാണ് തന്നെ ബോംബെയിൽ വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വരികയായിരുന്നു, തന്നെ ബോംബെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് എറണാകുളത്ത് നിന്നുള്ള പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഇദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അതേ തുടർന്നാണ് സമൂഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതും പിന്നീട് ഈ ഒരു വിഷയം സത്യമാണെന്ന് മനസ്സിലാക്കുകയും നടി മഞ്ജു വാര്യർ നൽകിയ രണ്ടാമത്തെ പരാതിയിലാണ് എറണാകുളത്തെ കമ്മീഷണർക്ക് നേരിട്ട് നൽകിയ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തിന് എതിരെ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തെ ഇന്നലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ മാധ്യമങ്ങളോട് സനൽകുമാർ ശശിധരൻ പ്രതികരിച്ചത് താൻ പ്രണയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ മറ്റൊരു കുറ്റവും താൻ ചെയ്തിട്ടില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കണം, മഞ്ജു വാര്യർ നൽകിയ പരാതിയിലല്ല തന്നെ തനിക്കെതിരെയുള്ള പോലീസ് നടപടി എന്നെല്ലാം ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്നലെ തന്നെ പോലീസ് അതിവേഗത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ രാത്രി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയായിരുന്നു. തുടർന്നായിരുന്നു ജാമ്യം അനുവദിച്ചത്. താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ എയർപോർട്ടിൽ ഇയാളെ ഇമിഗ്രേഷൻ ജീവനക്കാർ തടഞ്ഞു വെച്ചിട്ടാണ് പോലീസിന് കൈമാറിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.